الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء وقال تبارك وتعالى أيضا شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط وقال النبي صلى الله عليه وسلم كل مولود يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه وقال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه أو كما قال عليه الصلاة والسلام ബഹുമാന്യരായ ഉലമാക്കളെ, രക്ഷിതാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ തിന്മകളും നന്മകളാക്കാൻ അല്ലാഹു ഈ ഒത്തുചേരലിനെ സബബാക്കുമാറാവട്ടെ. ഒരു വലിയ സന്തോഷം രക്ഷിതാക്കളിലും കുട്ടികളിലുമുള്ള ഒരു സന്ദർഭമാണിത്. നമുക്ക് അല്ലാഹു നൽകിയ മകൻ, അവനെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് അയക്കാൻ സാധിച്ചു. അവരത് നല്ല നിലയിൽ പഠിക്കുകയും അതിനെ മനഃപ്പാഠമാക്കാൻ അടുത്ത് എത്തുകയും ചെയ്തു. സത്യത്തിൽ നമ്മളൊറ്റക്ക് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എന്റെ മകൻ ഒരു ഖുർആൻ പഠിക്കാൻ മാത്രമല്ല യോഗ്യത എനിക്കുണ്ടോ, കുട്ടികൾക്കുണ്ടാവാം. അല്ലാഹു നമ്മളെ മക്കളെ തെരഞ്ഞെടുത്തതാണ്. നമുക്കൊന്നതിലൊരു പങ്കുമില്ല. കാരണം എത്രയോ രക്ഷിതാക്കൾ മക്കളെ ഹാഫിളാവണമെന്ന് വിചാരിച്ച് അതിന്റെ പിന്നിൽ വലിയ പരിശ്രമം ചെയ്തിട്ട് മക്കളെ കിട്ടാത്ത പല സന്ദർഭങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. പലതവണ മദ്രസകളിൽ കൊണ്ടാക്കിയിട്ട് കുട്ടികൾ ഓടിപ്പോയി, കുട്ടികൾ കരഞ്ഞു, നിലവിളിച്ചു. രക്ഷിതാക്കൾ നമ്മളെ അടുത്തുള്ളൊന്ന് കരയാ. പക്ഷെ അൽഹംദുലില്ലാ നമ്മളെ മക്കൾ ഖുർആൻ പഠിക്കാൻ തയ്യാറായി. അത് അല്ലാഹു നമ്മളോട് ചെയ്ത വലിയ നിഅമത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹിഫ്ള് അത് എത്ര വലിയ ഭാഗ്യാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വചനങ്ങളാണ് സത്യം. ബാക്കിയുള്ളതൊക്കെ സത്യമാവാം, സത്യമാവാതിരിക്കാം. ഉറപ്പായിട്ടും സത്യമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. തങ്ങൾ വഹിയല്ലാതെ വേറൊന്നും സംസാരിക്കില്ല. തങ്ങളെ ഇച്ഛക്ക് സംസാരിക്കുന്ന ആളല്ല എന്ന് ഖുർആൻ പറയാൻ. ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ നാവിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാണ്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇനി ഇത് മാറൂല, ഇതൊരിക്കലും മാറൂല. ഈ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ വന്നാലും മാറൂല. അല്ലാമ ശിഹാബുദ്ദീൻ സുഹറവർദി എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം എഴുതുന്നുണ്ട്, അഖൽ, ബുദ്ധി, അത് 100 ഉണ്ടെങ്കിൽ അതിലൊരു ബുദ്ധിയാണ്
ലോകത്തിലുള്ള മുഴുവൻ സയന്റിസ്റ്റുകൾക്കും, മുഴുവൻ ഡോക്ടേഴ്സിനും, മുഴുവൻ ഭൗതികമായി എന്തെല്ലാം നേടിയെടുത്തവരുണ്ടോ മുഴുവൻ ലോകത്തുള്ള മനുഷ്യർക്കും എല്ലാവർക്കും ചേർന്നിട്ട് നൽകിയത് ആ ഒരു ബുദ്ധിന്റെ അംശങ്ങളാണ്. ബാക്കി 99 ഉണ്ട്. ആ 99 നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ആ ഒന്നിനെ വീതം വെച്ചാൽ ലോകത്തെ വലിയൊരു സയന്റിസ്റ്റിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? വലിയൊരു സയന്റിസ്റ്റിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? പക്ഷേ 99 കിട്ടിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ആഖിറത്തിൽ വിശ്വാസം ഉണ്ടാവണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം ഭൗതിക ജീവിതം താൽക്കാലികമാണ്. 10, 50, 60, 70 കൊല്ലത്തെ ജീവിതമുള്ളൂ. ബാക്കിയുള്ള ജീവിതം മുഴുവനും അനന്തമായി അവസാനിക്കാത്ത ആഖിറത്തിലെ ജീവിതത്തിൽ അവൻ അവിടെ എത്തുമ്പോഴാണ് അവന് കാര്യം ബോധ്യപ്പെടുക. അവിടെ പ്രയോജനപ്പെടുന്നത് എന്താണോ അതാണ് സത്യത്തിൽ മനുഷ്യൻ നേടിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ പറയും മക്കളുടെ ഭാവി എന്ന്. എന്തിനാണ് ആ ഭാവി എന്ന്? നമ്മൾ ഉപയോഗിക്കുന്ന ഭാവി ഏതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഭാവി ഈ 30, 40, 50 കൊല്ലത്തിന്റെ ജീവിതത്തിനാണ് ഭാവി എന്ന് പറയുന്നത്. ഇതാണോ സത്യത്തിൽ ഭാവി? അല്ലെങ്കിൽ അനന്തമായി തീരാത്ത ഒരു ജീവിതം, അതാണോ ഭാവി? നിങ്ങൾ ഒറ്റ ആലോചിക്കും, ഭാവി ഏതാണ്? അതിൽ എന്തൊരു കൂട്ടി എന്റെ മക്കളുടെ ഭാവിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, അനന്തമായി തീരാത്ത ഒരു ജീവിതത്തിൽ എന്റെ മകൻ എന്താവണം? അവൻ അംഗീകാരം ഉണ്ടാവണം, അവൻ വിലയുള്ളവനാവണം. അവിടെ വിലയുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ കലാം മനപ്പാടമാക്കിയവർ. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ് ഖാല ഹും അഹ്ലുൽ ഖുർആനി വഅഹ്ലുല്ലാഹി വഖാസത്തു. അല്ലാഹുവിന് ചില സ്വന്തക്കാരുണ്ട്, അല്ലാഹുവിന് ചില സ്വന്തക്കാർ. സഹാബക്കൾ അത്ഭുതത്തോടെ ചോദിക്കാൻ, ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാർ? ആരാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാർ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, ഒരു ഖുർആന്റെ ആൾക്കാരാണ്. ഹും അഹ്ലുല്ലാഹി വഖാസത്തു, അവർ അല്ലാഹുവിന്റെ സ്വന്തം ആൾക്കാരാണ്. നിങ്ങളെ മക്കളെ അല്ലാഹുവിന്റെ സ്വന്തം ആൾക്കാരാക്കണോ വേണ്ടേ? നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതിനൊന്നും വലിയൊരു ചർച്ചന്റെയോ വലിയൊരു ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല. അതില്ലെങ്കിൽ പിന്നെ എത്ര വിശദീകരിച്ചാലും മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം നമുക്ക് ഈ ഭൗതികമായ ഈ സാധനങ്ങളാണ് ആവശ്യം. ഈ വസ്തുക്കൾ വിട്ടിട്ട് പോവാനുള്ള വസ്തുക്കളാണ് നമുക്ക് ആവശ്യം. കാരണം നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലായിട്ടില്ല, ആഖിറും മനസ്സിലായിട്ടില്ല. ആഖിറ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവനോടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും വലിയ ഭാവി ഉള്ളത് അവിടെയാണ്. അല്ലാഹുവും പറയുന്നതാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കും. ഈ ഇരിക്കണം നമ്മളൊക്കെ ആലോചിക്കല്, നാളത്തേക്ക് എന്താ ഉണ്ടാക്കിയത്, അവന്റെ നാളത്തെ കാര്യം എന്താവും, നമ്മളെന്താ ഉണ്ടാക്കിയത് നമ്മൾ ആലോചിക്കലുണ്ട്. എന്നിട്ട് നമ്മൾ പറയും നമ്മളതിൽ ഒന്നുമില്ല. നമ്മളതിൽ ഒന്നുമില്ല, നമുക്ക് വാടക വാങ്ങാൻ ബിൽഡിംഗ് ഇല്ല, നമുക്ക് കച്ചവടം ചെയ്യാൻ സ്ഥാപനമില്ല, അല്ലെങ്കിൽ നാളെ ഞാൻ കടന്നു പോയാൽ എന്താ ആവുക ഒന്നും അറിയില്ല. ഈ നാളെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാഹു പറഞ്ഞ നാളെ ഇതല്ല. നാളെ റബ്ബുൽ ആലമീന്റെ മുന്നിലെത്തും ഓരോ മനുഷ്യരും, ഒരാളും വിടാതെ മഹ്ശറയിൽ ഹാജരാവുന്ന ദിവസം. അന്നത്തെ ദിവസം അല്ലാഹു ചോദിക്കും. അല്ലാഹ് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ദുനിയാവിൽ അതിന്റെ കൊതിയും ആർത്തിയും മൂത്ത് ഭൗതികമായ അവസ്ഥകളെയും സ്ഥാനമാനങ്ങളെയും സെറ്റപ്പുകളെയും ഭരണത്തെയും കൊതിച്ച് അതിനുവേണ്ടി അടിപിടി കൂടിയവർ, ജീവിതം മുഴുവനും അതിനുവേണ്ടി പാഴാക്കിയവർ, അവരോട് ചോദിക്കുന്നതാണല്ലോ. അല്ലാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ആരാധികാരിയുള്ളത്?
മശ്റയിലെല്ലാം എല്ലാവരും കൂടിയിട്ട് ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ആദ്യ പിതാവ് മുതൽ ഖിയാമത്ത് നാളിൽ സൂറൂതുന്നതിന്റെ തൊട്ടു മുമ്പ് ജനിച്ച ആ കുട്ടി വരെയുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂടും. ആണും പെണ്ണും വിശ്വാസിയും വിശ്വാസി അല്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ വിശാലമായ മശ്റയിൽ അള്ളാഹു ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ആരാധികാരി ഉള്ളത്? ആർക്കും മറുപടി ഉണ്ടാവില്ല, ഒരാളും ചുണ്ടനക്കൂല. അപ്പം അള്ളാഹു പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിനാണ് ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം. അധികാരം സ്ഥാപിക്കണം. നിങ്ങൾ എന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നല്ലോ, എന്നാരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവില്ല. അന്നത്തെ ദിവസത്തെ അംഗീകാരം കിട്ടണം. ആ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടണമെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട്. ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ സ്വന്തക്കാർ? ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ, ഈ ഖുർആന്റെ ആൾക്കാരാണ് അവർ. അഹ്ലുല്ലാഹി വഖാസത്തു, അള്ളാന്റെ സ്വന്തക്കാരാണ് അവർ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, എന്റെ മകൻ എന്താക്കണം? കുറെ ചിന്തിക്കാനൊന്നുമില്ല മുഅ്മിനെ. അൽഹംദുലില്ലാ, എന്റെ മോൻ ഹാഫിളായി. ഈ ഹാഫിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, ഹാഫിൽ ആയാൽ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് തരും, അവന് ഹാഫിൽ എന്ന് പേരെഴുതാം. ഇപ്പൊ അവന്റെ പേര് അബ്ദുൽ ഖുദ്ദൂസ് ആണെങ്കിൽ ഇനി മുതൽ ഹാഫിൽ അബ്ദുൽ ഖുദ്ദൂസ്. ഓക്കെ, ഒരു നല്ല ടൈറ്റിൽ കിട്ടീനെ, ഒരു നല്ല പേരിടുക. ഇതെല്ലാം അള്ളാഹു നോക്കുന്നുണ്ട്. പ്രതിഫലം പറഞ്ഞ സ്ഥലത്തൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, ഖുർആനെ മനപ്പാടമാക്കുകയും അതിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവരാണ്. ഈ കുട്ടികൾ ഇപ്പൊ കുറെ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഒരുപാട് ആയത്തുകൾ. ഏതെങ്കിലുമൊക്കെ ഒരു ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായി ഈ ആയത്ത് അറിയാം. പക്ഷെ എന്താണ് ആ പറഞ്ഞത് എന്ന് ഇവർക്കറിയില്ല. എന്താണ് ഈ പറഞ്ഞത് എന്ന് ഇവർക്കറിയില്ല. ഈ ഓദ്യത് എന്താണെന്ന്, ഈ ഓദ്യത് എന്താണ്? ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു സാക്ഷിയാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരാളും ഇലാഹില്ല എന്നതിന് സാക്ഷി അല്ലാഹുവാൻ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. പിന്നാരാണ് സാക്ഷി? വൽ മലായിക, മലക്കുകൾ സാക്ഷിയാണ് അല്ലാഹു ഏകനാണെന്നതിന്. വഉലുൽ ഇൽം, ഇൽമുള്ള ആൾക്കാരും സാക്ഷിയാണ്. അല്ലാഹു സാക്ഷി, മലക്കുകൾ സാക്ഷി, പിന്നെ അല്ലാഹു സാക്ഷ്യത്തിന് ഉപയോഗിച്ചത് വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, ഇൽമിന്റെ അധികാരാണ്. ഈ കുട്ടികൾ ഇത് ഓതിപ്പോയിട്ടുണ്ടാവും പലതവണ, അവർക്കറിയില്ലത്. ഖുർആൻ മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ്. ഖുർആൻ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഖുർആനാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ആഖിറാണെങ്കിൽ, കാരണം ഖുർആൻ നമുക്ക് ആഖിറത്തിലേക്ക് വഴി കാണിച്ചു തരും. ഖുർആനാണ് നമ്മളെ വഴികാട്ടി. നമ്മൾ സാധാരണഗതിയിൽ ഖുർആൻ നമ്മളെ ഇമാമാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അധികം കേൾക്കൽ ഖബറിസ്ഥാനിലായിരിക്കും. ഖബറൊക്കെ അടക്കി മണ്ണൊക്കെ ഇട്ട് മൂടുകല്ലൊക്കെ വെച്ചതിന് ശേഷം അതിന്റെ അടുക്കൽ നിന്ന് തൽഖീൻ ഓതി കൊടുക്കാറുണ്ട് ചില പള്ളികളിലൊക്കെ. അപ്പം സാധാരണ ചോദിക്കും, ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അളീമാനിൽ ഹായിലാനൽ മുസമ്മയാൻ ബിമുൻകരിൻ വനകീരിൻ വഅയ്ഖലാക വഅജ്ലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക എന്ന് നമ്മൾ സാധാരണ കേൾക്കല്ലേ. ഇതിന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ, നീലക്കണ്ണന്മാരായ ശക്തന്മാരായ മലക്കുകൾ വരുമ്പം അവർ നിന്നോട് നിന്നെ അവിടെ ഉണർത്തും, നിന്നെ അവർ ഇരുത്തും. നിന്നോട് അവർ ചോദിക്കും രണ്ടുപേരും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇഖ്വാനുക വമൻ അഖ്വാതുക വമാ ഇമാമുക, നിന്റെ ഇമാമാരാണ്. ഒക്കെ നമ്മൾ കേൾക്കല്ലേ. നമ്മളിങ്ങനെ പറയാം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയും വൽ ഖുർആനു ഇമാമി. യവം മരിച്ചാലും പറഞ്ഞു കൊടുക്കുക, വൽ ഖുർആനു ഇമാമി, ഖുർആൻ എന്റെ ഇമാമായിരുന്നു എന്ന് പറഞ്ഞേക്കുന്നു. ജീവിതകാലത്തിൽ ഖുർആനായിട്ട് ബന്ധമില്ലാത്തവനെ എന്ത് ഇമാമാണ് അവന്? ഇതാണ് ഖുർആൻ നമ്മളെ നേർവഴിയിലേക്ക് നടത്താനുള്ളതാണ്. അതുകൊണ്ട് ഖുർആന്റെ അർത്ഥം പഠിക്കണം. കുട്ടികൾ മാത്രം പഠിച്ചാൽ പോരാ, ഈ നിലയിൽ ഇരിക്കണം വാപ്പാരും പഠിക്കണം. മുഴുവൻ മനുഷ്യന്മാർക്കും ഇറങ്ങിയതാണ് ഖുർആൻ. ഖുർആൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തേക്കും? ഖുർആൻ ഇങ്ങനെ വ്യക്തമായി പറയാണ്, വ്യക്തമായി ഖുർആൻ ഇങ്ങനെ സംസാരിക്കണം.
സാർമാർ സ്നേഹിതരെ, നമ്മൾ ഇന്ന് ഭൗതികതയുടെ ഹരങ്ങളിലാണുള്ളത്. ഭൗതികതയുടെ ഹരങ്ങളിൽ, ഭൗതികതയുടെ രസങ്ങളിലാണുള്ളത്. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് അതറിയണം, നമ്മളെ മക്കൾക്ക് ഇതറിയണം, ഇംഗ്ലീഷൊക്കെ അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കണം, അറബി ഇങ്ങനെ സംസാരിക്കണം, ഉറുദു ഇങ്ങനെ സംസാരിക്കണം, അവൻ വലിയ വലിയ സ്ഥാനത്തിലെത്തണം, അവൻ വലിയ ജോലി നേടണം, അവൻ അങ്ങനെ സമ്പാദിക്കണം. ഇതൊക്കെ ബാപ്പാരുടെ നീയത്താണ്, ഉമ്മാരുടെ നീയത്താണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, മദ്രസകളാകെ കുറച്ചേ ഉള്ളൂ. മലപ്പുറം ജില്ല എടുക്കില്ല. എത്ര മദ്രസ മലപ്പുറം ജില്ലയിലുള്ളത്? ചെറിയ പ്രാഥമിക മദ്രസകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഖുർആൻ അതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി എത്ര മദ്രസകൾ ഉണ്ടാവും? എല്ലാ സംഘടനകൾക്കും ചേർത്തിട്ട് എത്ര ഉണ്ടാവും? നിങ്ങൾ കണക്കൂട്ടി. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഇവിടെ ഹയർ സ്റ്റഡീസിന്റെ സ്കൂളുകൾ എത്ര ഉണ്ട് നിങ്ങൾ നോക്കി. ഹയർ സെക്കൻഡറി മുതലുള്ള LP UP നിങ്ങൾ നോക്കണ്ട, ബാക്കിയുള്ളത് നോക്കി എത്ര ഉണ്ട്. അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെയും പഠിക്കുന്നുണ്ട്, വേറെ സ്ഥലത്ത് പോയി എവിടേക്കുണ്ട് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ. എല്ലാ കുട്ടികളും പഠിക്കല്ലേ. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതും കൂടി നോക്കണല്ലോ. വെറും പഠിച്ചാ പോരല്ലോ. ഞാനുള്ളത് സെൻട്രൽ സ്കൂളിന്റെ തൊട്ടടുത്താണ്. എന്റെ പള്ളിയിൽ തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയിലുള്ള സെൻട്രൽ സ്കൂളിന്റെ. അവിടെ അഡ്മിഷൻ കിട്ടലാണ് ആളുകളുടെ ഏറ്റവും വലിയ സ്വർഗത്തേക്ക് പാസിറ്റമായി. സെൻട്രൽ സ്കൂളിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടിയാൽ ചെറിയ ചെറിയ മക്കളെ ഊട്ടിയിലൊക്കെ കൊണ്ടുപോയി ചേർത്തുണ്ട്. എന്നുവെച്ചാൽ സെൻട്രൽ സ്കൂളിലാണ് കയറി കിട്ടിയാൽ പിന്നെ ഏത് സ്കൂളിലേക്കും മാറ്റാം. അങ്ങനൊക്കെ ത്യാഗം ചെയ്തിട്ട് ആ കുട്ടികളെയാണ് ഞാൻ അധികം കാണല്. ആയിരക്കണക്കിന് കുട്ടികൾ അവിടുന്ന് പഠിച്ചുപോയി. എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. ഒരെന്താ ആയത് അത് പറഞ്ഞിരിക്കും. സെൻട്രൽ സ്കൂളിൽ നിങ്ങൾ നാളെ പോയി നോക്കി, ആയിരക്കണക്കിന് കുട്ടികളുണ്ട് അവിടെ. അവന് പെണ്ണുവയ്ക്ക്. ഇവരൊക്കെ എന്താ ആവണത്? ഈ രാജ്യത്തെ അവരെന്താണ് ആക്കിയത്? നമ്മൾ ഒറ്റക്കാലി നമ്മളൊരു അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കണ കേട്ടവയായിരിക്കും എന്തോ സംഭവമാണ്. ഒരു സംഭവമില്ല. ഡിഗ്രി ഉള്ള ആൾക്കാർ നിങ്ങൾ മലപ്പുറം കോട്ടപ്പടി അങ്ങാടിക്ക് വരും, ഞാൻ കാണിച്ചു തരാം. ഡിഗ്രിയിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാർ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല. അസിസ്റ്റന്റ് തഹസീൽദാറായിട്ട് റിട്ടയർഡായ ആൾക്കാർ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു മലപ്പുറം കോട്ടപ്പടിയിൽ. ഇപ്പോഴും എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും ഡിഗ്രി ഉള്ളവരാണ്. റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്നവൻ ഡിഗ്രി ഉള്ളവനാണ്. ഇതുണ്ടായ എന്തോ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാണ്. എന്തൊക്കെ പണിയെടുക്കുന്നു എഞ്ചിനീയർമാര് സാധാ സീതാ പണിയെടുക്കുന്നു. ആൾ എഞ്ചിനീയറാണ്. എഞ്ചിനീയർ ആക്കുവോളെ നമുക്ക് നിർബന്ധമുള്ളൂ. എഞ്ചിനീയർ ആവണം. അതിനുശേഷം എന്ത്? എന്നാൽ ഇപ്പൊ പല ആൾക്കാരും നമുക്കറിയുന്ന കുറെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ആ പണിയൊന്നും എടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അവർ പഠിച്ചിട്ട് എന്താ ആയത്? ഇത് പഠിച്ചാൽ എന്തുമാവാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ദീന് ഒരാൾ പഠിച്ചു, ഖുർആൻ ഒരാൾ പഠിച്ചു, ഹദീസ് ഒരാൾ പഠിച്ചു. ഞാൻ ഇപ്പോഴത്തെ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളായിട്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് ഇങ്ങനെ കുറച്ച് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിലിങ്ങനെ ഒരു ഹദീസ് മൂപ്പര് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ മൂത്തുക്ക് നോക്കി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ കുറെ കാലം ദർസ് പഠിച്ചിരുന്നു, പിന്നെയാണ് ഞാൻ പോലീസായത്. അപ്പൊ അയാൾക്ക് ആ ഇൽമോണ്ട് ഇപ്പോഴും പ്രയോജനം ഉണ്ടാകും. കാരണം നിസ്കരിക്കാൻ വന്നതിന് പള്ളിയിൽ അയാൾ കറക്റ്റ് നിസ്കരിക്കാൻ വന്നതിന് അയാൾക്ക് ആ പഠിച്ച കാര്യം അയാൾക്ക് പ്രയോജനമായി. ഖുർആൻ പഠിച്ചാൽ എവിടെയാണ് നഷ്ടം? സംസ്കാരമുള്ളവനാക്കും അവനെ. നമുക്കറിയാം വലിയ വലിയ +2 ഉള്ള വലിയ വലിയ ബുക്സുകളാണ്. ഡിഗ്രിയിൽ പിന്നെയും വലുത്. ഇതൊക്കെ പഠിക്കണം കുട്ടിക്ക്. ഒരു സ്ഥലത്ത് പോലും നിന്റെ ഉമ്മനെ നീ ശ്രദ്ധിക്കണം, നിന്റെ വാപ്പനെ നീ ശ്രദ്ധിക്കണം എന്നെവിടെയും പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ പറയാം. അധ്യാപകരുണ്ടാവും ഇതിൽ. ഇന്ന ചാപ്റ്ററിൽ മാതാപിതാക്കളോടുള്ള കടമയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു +2 മുതൽ അല്ലെങ്കിൽ +1 മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, +2 വരെ, അല്ലെങ്കിൽ ഡിഗ്രി വരെ, PhD വരെ എടുത്തോളി. ഒരു ചാപ്റ്ററിലും അതുണ്ടാവില്ല. ഒരു ചാപ്റ്ററിലും. നിന്റെ ഉമ്മ നിന്നെ ബുദ്ധിമുട്ടായി ഗർഭം ചുമന്ന് പ്രസവിച്ച് പരിപാലിച്ച് കൊണ്ടുവന്നാണ്. അതുകൊണ്ട് ഉമ്മനോട് അനുസരണക്കേട് കാണിക്കരുത്. നീ കുട്ടിയായിരിക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വെയിലും മഴയും കൊണ്ട് അധ്വാനിച്ചതാണ് നിന്റെ ഉപ്പ. നിന്റെ ഉപ്പനോട് നീ അനുസരണക്കേട് കാട്ടരുത്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ പോയിട്ട് ഒരു ലൈൻ പോലും ഉണ്ടാവില്ല.
അതാണ് നമ്മളെ മക്കളെ നമ്മൾ വിഴുങ്ങാൻ വേണ്ടി വിടുന്നത്. നിങ്ങൾ ആലോചിച്ചോളി. ഇനി ഇതിന്റെ കെടുതി ഈ ഇപ്പങ്ങൾ ഈ സ്റ്റെപ്പ് കയറി വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇൻഷാ അല്ലാഹ് കയറാൻ പറ്റാത്തൊരു കാലം വരും. സ്വന്തം വീട്ടിലുള്ള ബെഡ്റൂമിലുള്ള ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു ദിവസം വരും. അന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്റെ മോൻ ദീനുണ്ടായിരുന്നെങ്കിൽ, എന്റെ മോൻ ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനേന്ന് അന്ന് നിങ്ങൾ ആലോചിക്കും. ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യം, ബുദ്ധിയും പൈസയും സെറ്റപ്പ് ഉണ്ടായിട്ടാണ് ഇത് പോരാ, അത് പോരാ, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ. എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളെ റബ്ബിനെ ഇബാദത്ത് ചെയ്യും, റബ്ബിനെ ഇബാദത്ത് ചെയ്യും. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്യും. ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തൊന്നല്ല പറയുന്നത്. അടിക്കടിക്ക് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണേ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. നാം വസിയത്ത് ചെയ്യാണ്. ആര്? അല്ലാഹ് പറയാണ് നാം വസിയത്ത് ചെയ്യാണ്. വവസ്സൈനൽ ഇൻസാന, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യാൻ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, അവന്റെ മാതാപിതാക്കളോട് ഗുണം ചെയ്യണേ. ഇത് ഖുർആൻ ഏതിലും മറിച്ച് നോക്കിയാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതിലും നോക്കിയാൽ നിങ്ങൾ മാതാപിതാക്കളോട് മാന്യമായ നിലയിൽ പെരുമാറി. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചേന്ന് പറയരുത്. ഇപ്പം ചേന്ന് പറഞ്ഞാൽ ചെള്ളക്കൊന്ന് കൊടുക്കാനുള്ള താക്കത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ പ്രതികരിക്കാനുള്ള കഴിവുണ്ടാവും. കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അന്ന് നിങ്ങൾക്ക് വേറെ പണി തിരക്കൊന്നും ഉണ്ടാവില്ല, മൊബൈലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ കൂട്ടുകാരുണ്ടാവില്ല, നിങ്ങളെ പാർട്ടിക്കാരുണ്ടാവില്ല, നിങ്ങളുടെ ഓഫീസ് ഉണ്ടാവില്ല, സെറ്റപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വാട്ടർ ബെഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ കിടക്കുമ്പം മോനെ ഒന്നെന്നെ പിടിച്ച അല്ലെങ്കിൽ ഒന്നെന്നെ ബാത്റൂമിൽ പോണം എന്ന് പറഞ്ഞാൽ അപ്പം ആ മകൻ തരുന്ന ചില വാക്കുകൾ ഉണ്ടാവും. അന്ന് നിങ്ങൾ വെറുതെ കിടക്കുമ്പോ അങ്ങനെ ആലോചിക്കും, ഇവൻ കുട്ടിയായപ്പം ഇവനെടുത്ത് രാത്രി ഹോസ്പിറ്റലിലേക്ക് ഓടിയത്, ഇവന്റെ പ്രസവത്തിന് വേണ്ടി ആ ലേബർ റൂമിന്റെ മുമ്പിൽ കഷ്ടപ്പെട്ട് പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് നിന്ന രംഗം, അതൊക്കെ അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും. തീർച്ച നിങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കും അത് എന്നാണ് റബ്ബിന്റെ തീരുമാനം. കാരണം നിനക്ക് ഭൂമിയിൽ അവസരം തന്നിരുന്നു. അള്ളാഹു ആരെ മേലത് ചാർത്തണം നിങ്ങൾക്കറിയോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ജനിക്കുന്നത്, എല്ലാ കുട്ടികളും, മുസ്ലിമിന്റെ അമുസ്ലിമിന്റെ ക്രിസ്ത്യാനി യൂതൻ ഒന്നുമില്ല, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്ന പാകമായ പക്വമായ ഫിത്രത്തോടു കൂടിയാണ്. ഫഅബവാഹു ഫഅബൂഹു അല്ല, ഫഅബവാഹു അവന്റെ മാതാപിതാക്കൾ, ഉമ്മനും വിട്ടിട്ടില്ല വാപ്പനും വിട്ടിട്ടില്ല. ഫഅബവാഹു അവന്റെ മാതാപിതാക്കൾ, ഫഅബവാഹു യുഹവ്വിദാനിഹി അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയാക്കി, ഔ വഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി അവന്റെ മാതാപിതാക്കൾ അവനെ നസ്രാനിയാക്കി, അവന്റെ ഔ യുമജ്ജിസാനിഹി അവന്റെ മാതാപിതാക്കൾ അവനെ മജൂസിയാക്കി. അള്ളാഹുവിന്റെ നിബിധങ്ങൾ ശാസ്ത്രം തങ്ങൾ പറഞ്ഞത് ഇതാണ്, അവനെ ഈ കോലത്തിൽ കേടുവരുത്തിയ ആൾക്കാർ നിങ്ങളാണ്. എവിടെയാണ് ആ കേടുവരുന്നത്? അവൻ ആദ്യം ചേർക്കേണ്ടതുപോലെ, അവനെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. ആദ്യം നിങ്ങളൊക്കെ പറഞ്ഞൊക്കെ കേൾക്കുന്ന കുട്ടിയായപ്പം നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ പഠിപ്പിച്ചു. കുറച്ച് വലുതായി കുറച്ചൊക്കെ സംഗതിയൊക്കെ ആവുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുമ്പോൾ അവൻ കേൾക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആയിക്കൊണ്ടാവില്ല. കാരണം ഓനാരാ വാപ്പാന്ന് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വാപ്പന്റെ ഉമ്മന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയപ്പം ഒരു കുട്ടി ഉണ്ടായതാണ്, അതുകൊണ്ട് അതിന് വാപ്പനിമ്മനെ അനുസരിക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ കരിക്കുലത്തിലേക്കാണ് മക്കളെ ഫീസും കൊടുത്തിട്ട് ഈ വാപ്പാര് കൊണ്ടയാക്കി കൊടുക്കുന്നത്. നമ്മളെന്തോ സംഭവമാണെന്ന് വിചാരിക്കണത്. ആൾക്കാരൊക്കെ ആദ്യം പറയും എന്റെ മോൻ ഡോക്ടർ, എന്റെ മോൻ കളക്ടർ, എന്റെ മോൻ എഞ്ചിനീയർ എന്നൊക്കെ. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അടുത്ത സമയത്ത് ഓസ്ട്രേലിയയിൽ പോയിരുന്നു. നമ്മളൊക്കെ കാണുന്ന വലിയൊരു സ്വർഗത്തിന്റെ ലോകമാണല്ലോ അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ ചില ആൾക്കാരൊക്കെ മോൻ ഓസ്ട്രേലിയ അല്ലാന്ന് പറഞ്ഞാൽ ഏതോ സ്വർഗത്തിന്റെ ഒരു സൈഡിലാന്നൊക്കെ വിചാരിക്കുക. അതിലൊക്കെ അഭിമാനിക്കുക. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു. 7ാം ക്ലാസ് വരെ ഓസ്ട്രേലിയയിൽ ഫുൾ പാസ്സാണ് എല്ലാ കുട്ടികളും.
എല്ലാ കുട്ടികളും പാസ്. 7ാം ക്ലാസ് മുതൽ പരീക്ഷ കുറച്ച് കടുപ്പിക്കും, എല്ലാ കുട്ടികൾക്കും പാസ്സാൻ പറ്റില്ല. അതുകൊണ്ട് ഓസ്ട്രേലിയയിലെ ജനങ്ങളുടെ ടോപ്പ് വിദ്യാഭ്യാസ യോഗ്യത അധികമാളും 7ാം ക്ലാസ്സാണ്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ അവരവരെ പരിപാടിക്ക് പോവാണ്. ഇത് ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ വിചാരിക്കണ വലിയ ഹൈടോപ്പ് ലോകത്തെ ആൾക്കാരെ കഥ ഞാൻ പറഞ്ഞേ. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വേറെ പരിപാടിക്കും. കാരണം അവരിന് $30 എന്തായാലും കൊടുക്കണം. ഗവൺമെന്റ് റൂളാണ്. ഒരു അവർ പണിയത്തെ $30 കിട്ടും. അവർ അല്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ പണിക്കും വേറെ പരിപാടിക്കൊക്കെ പോവാണ്. വേറൊരവസ്ഥയിലാണ് ലോകമുള്ളത്. നമ്മളവിടെയുള്ള കുറെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞിട്ട് വലിയ വലിയ തറവാട്ടിലെ മക്കൾ പോകുന്നുണ്ട്. ഓസ്ട്രേലിയക്ക്, കാനഡയ്ക്ക്, ലണ്ടനിലൊക്കെ. എന്താ പരിപാടി? ഞാൻ അവിടെ വന്ന് പഠിച്ചപ്പോ എന്നോട് അവിടെയുള്ള ഒരാള്, അതിന്റെ റിസർച്ച് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, കാനഡ, ലണ്ടൻ, അമേരിക്ക ഈ തുടങ്ങിയ സ്ഥലത്തിനേക്കാളൊക്കെ ബെറ്റർ ഓസ്ട്രേലിയയാണ്. അവിടെ ഞാൻ പോയി, അവിടുന്ന് ഞാൻ ഈ പഠിച്ചത്. അപ്പൊ എന്താ അറിഞ്ഞറിയാം, അവിടുത്തെ ഏറ്റവും വലിയ, ഞാൻ വെറുതെ കണ്ണോട്ട് നോക്കിയപ്പോ അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ 2 സാധനം ഞാൻ കണ്ടെത്തി. ഒന്ന് ചൈൽഡ് കെയർ, കുട്ടികളെ സംരക്ഷിക്കാനുണ്ട്. രണ്ടാമത്തേതോ ഏജ് കെയർ, വലിയ ആൾക്കാരെ സംരക്ഷിക്കാൻ. അതാണ് അവിടുത്തെ സ്കോപ്പുള്ള ബിസിനസ്. എന്താണ് സ്കോപ്പുള്ള ബിസിനസ് പറഞ്ഞത്? വയസ്സായ ആൾക്കാരെ നോക്കാൻ ആളില്ല. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ പോവാണ്. അപ്പൊ എന്നോട് അവിടുത്തെ എന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കിള്ളി ചോദിച്ചപ്പോ എന്നോട് ഓരോന്നിങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ വണ്ടി ഇങ്ങനെ സൈഡാക്കിയത്. എന്നാ നിങ്ങൾ നേരെ കണ്ടോളി തന്നെ. അപ്പൊ ഒരു ബസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിർത്തിയിട്ടുണ്ട്. അതിനിങ്ങനെ ഒരു 2 റെയിൽ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. പട്ടണ്ടാൽ ഇങ്ങനെ ഇറങ്ങും. എന്നിട്ട് ഒരാൾ പോയിട്ട്, ഒരു വയസ്സായ ആൾ വീൽ ചെയറിലുണ്ട്, അയാളെ വീൽ ചെയർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബസ്സിൽ കാട്ട് തള്ളിക്കയറ്റി. അതിനാണ് അത് ഇങ്ങനെ നീട്ടുന്നത്. എന്നിട്ട് അത് അവിടെ മടക്കി വെച്ചിട്ട് ബസ് പിന്നെയും പോയി. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഏജ് കെയർ ഉള്ള ആൾക്കാരെ വീട്ടിൽ പോയിട്ട് എടുക്കുക, എന്നിട്ട് അവരെ 2 അവർ 3 അവറൊക്കെ എവിടെയെങ്കിലും പാർക്കിൽ, ഇഷ്ടംപോലെ പാർക്കുണ്ടാവും, പാർക്കിൽ കൊണ്ടുപോയി ഇരുത്തുക, കുറച്ച് വെയിലൊക്കെ കൊള്ളുക, കാറ്റൊക്കെ കൊള്ളുക. അവർ കൃത്യമായിട്ട് പൂർത്തിയാവുമ്പോൾ ഓരോ വണ്ടി കയറ്റുക, കൊണ്ടുവരിക, അതിന്റെ പേയ്മെന്റ് അടക്കുക. ഏറ്റവും വൃത്തിയുള്ള നാടാണ് പോലും ഓസ്ട്രേലിയ. ബാക്കിയുള്ള നാടിനെ പറ്റി പറയാതിരിക്കല്ല നല്ലത്. അവരും പറയുന്നുണ്ട്, ബാക്കിയുള്ളവരും പറയും. ഇതൊന്നല്ല. ഞാൻ അപ്പൊ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓൻ പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നവർക്ക്. അവസാനം ആ സ്ത്രീക്ക് പറ്റ വയ്യാതായി. ആ സ്ത്രീന്റെതാണ് അവിടെ വീട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സംഭവം എന്താ പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ അവിടുത്തെ സ്വപ്നം എന്താണ്? സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക. ആ സ്വന്തമായിട്ട് വീടുള്ള ഈ സ്ത്രീ, ആ സ്ത്രീനെ ഒരു ടീം നോക്കാന്ന് പറഞ്ഞിട്ട് വീട് അവരുടെ പേരിൽ എഴുതി കൊടുത്തു. അവരാ വീട് മറിച്ച് വിറ്റിട്ട് ഒരു ചെറിയ പൈസ എടുത്തിട്ട് അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് ചേർത്തു. ആ സ്ത്രീ പറഞ്ഞ, എന്നെ വൃദ്ധസദനത്തിൽ ചേർക്കരുത്, നിങ്ങൾ എന്നെ കെയർ ചെയ്യണം, എന്റെ ഫുള്ള് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് പോലും. ഇവന്റെ വീടിന് തൊട്ടടുത്തുണ്ടായിരുന്നു. വയസ്സായ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യങ്ങളാണത്. അതുകൊണ്ട് തന്നെ ഇപ്പം ന്യൂയോർക്ക് മേയറായിട്ട് ഒരു ചെറുപ്പക്കാരൻ സത്യപ്രതിജ്ഞ ചെയ്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെ അവനൊരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവന്റെ ഇലക്ഷനിൽ അവൻ ഹൈലൈറ്റ് ചെയ്തിരുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ന്യൂയോർക്കിലാണ് ജൂയിസ് ഉള്ളത്, ജൂതന്മാരുള്ളത്. അവിടുന്നാണ് അവൻ വോട്ട് നേടി ജയിച്ചത്. അവൻ പക്ക വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നെതന്യാഹു എങ്ങാനും ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ജയിലിലടക്കും, ജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത്ര ശക്തമായ നിലപാട് പറഞ്ഞിട്ടും ജൂയിസ് ഏറ്റവും കൂടുതലുള്ള ന്യൂയോർക്കിൽ നിന്ന് അവൻ ഇത്ര വോട്ട് വാങ്ങി ജയിച്ചതിന്റെ വളരെ പ്രധാനമായ ഒരു റീസൺ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് 3 കാര്യങ്ങൾ. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 കാര്യത്തിൽ എന്തൊക്കെയാണ് ആ 3 കാര്യം? ഒന്നവൻ വെച്ച കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, ചൈൽഡ് കെയർ ഫ്രീ ആക്കി തരാം. 1.
രണ്ടാമത്തേത് യാത്ര ചെയ്യാനുള്ള സൗകര്യം, സ്ത്രീകൾക്കും എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ളത് ഫ്രീ ആക്കി തരാം. മൂന്നാമത്തേത് സ്വസ്ഥമായി താമസിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ രാജ്യത്തൊക്കെ ഒന്ന് സ്വന്തമായിട്ട് താമസിക്കാനുള്ള ഒരു വീടുണ്ടാവലാണ് ഒരേറ്റവും വലിയ സംഗതി. അതുകൊണ്ട് സ്വന്തമായി താമസിക്കാനുള്ള ഒരു ഷെൽട്ടറുകൾ, ഇതേപോലത്തെ വലിയ ഹാളുകൾ അത് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഭാഗത്ത് തരാം. ഒരു ബെഡിന്റെ സ്പേസ് തരാം, അവിടെ വന്ന് താമസിക്കാം. ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് 3 കാര്യങ്ങൾ. ഇത് ഏത് രാജ്യം നിങ്ങൾ പറയും നമ്മൾ പോവാനും നമ്മളാവാനൊക്കെ ആഗ്രഹിക്കണ, അവരാവാനാണ് ആഗ്രഹിക്കണേ. ഇവിടെ ഏത് പൊട്ടനുണ്ട് 5 സെന്റ് സ്ഥലം ഒരു പെരയും, സ്വസ്ഥമായിട്ട് കിടന്നിറങ്ങാൻ ഒന്നും കൊടുക്കണ്ട, പച്ചവെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, കുടിക്കും ചെയ്യാം. അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ഹൈ വാടക, ഒരു സാധാരണക്കാരൻ നിൽക്കാൻ പറ്റില്ല. എന്റെ ഒരു ഫ്രണ്ട് മുമ്പ് അമേരിക്ക പോയ ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന അമേരിക്കന്റെ വിശേഷം എന്താ വെച്ചാൽ, ഞാൻ കുറെ രാജ്യത്ത്, അവൻ ഒരു 10-18 രാജ്യത്ത് പോയിട്ടുണ്ട്. അവനോട് പറഞ്ഞു ആകെ കൈ നീട്ടണ എയർപോർട്ടിൽ യാചിക്കണ ഒരൊറ്റ സ്ഥലം കണ്ടെത്തിയ അമേരിക്കയാണ്. എയർപോർട്ടിൽ, ഇവിടൊക്കെ എയർപോർട്ടിൽ കഴിഞ്ഞിട്ടില്ലല്ലോ, കുറച്ചും പുറത്തിറങ്ങിയിട്ട് കൂടെ ആ കുളത്തൂരൊക്കെ എത്തിയാലല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എയർപോർട്ട് കൈയിട്ടുന്ന ഒരു രാജ്യം ഞാൻ കണ്ടത് അമേരിക്കയാണ്. നിങ്ങൾ എന്താ ഈ വിചാരിക്കണേ? വിദ്യാഭ്യാസവും ഭൗതികതയും ഒക്കെ ഉണ്ടായാൽ സ്വസ്ഥമായി ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ടോ? നിങ്ങൾ ഇവിടുന്ന് ഈ കുന്നുമൽ ഇവിടെ മഞ്ചേരിക്ക് പോകും, അല്ലെങ്കിൽ കോഴിക്കോട്ടൊക്കെ പോകും. ഏറ്റവും വലിയ കൂടുതൽ പോണ മലപ്പുറക്കാർ ഒരു ഊട്ടിക്ക് പോകും, അല്ലെങ്കിൽ ഒരു മൂന്നാർക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു സിംല, മണാലി, അല്ലെങ്കിൽ ഒരു കാശ്മീർ. നിങ്ങൾ ഈ വലിയ രാജാക്കന്മാരുടെ രാജ്യം എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഒന്ന് പോയി നോക്കി നിങ്ങൾ, നമുക്ക് മനസ്സിലാവും ജീവിതം എവിടെയുള്ളത്. ചൈൽഡ് കെയറിന് എന്തിനാണ് എത്ര വലിയ വോട്ടിട്ടാൻ കാരണം? അവിടെ ഒരു വീടും ഒന്ന് ജീവിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും നല്ലപോലെ അധ്വാനിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി നിന്നാൽ ജീവിക്കാൻ നടക്കൂല. ഇപ്പൊ ഓസ്ട്രേലിയയിലുണ്ട്, രാവിലെ 6:30 മണിക്ക് ഈ ചെറിയ കുട്ടീനെ 7 മാസമായ 8 മാസമായ 6 മാസമായ ഒക്കെ കുട്ടീനെ അവിടെ കൊണ്ടേ ഏൽപ്പിച്ചു പോവാണ്. അവർക്കൊരു ഫീ കൊടുക്കും, എന്നിട്ട് ഇവർ പോയി ജോലി കഴിഞ്ഞ് വരിക. കാലിക്കും ഈ 7-ാം മാസം മുതൽ അല്ലെങ്കിൽ 6-ാം മാസം മുതൽ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് വരെയൊക്കെ ആരാ നോക്കുന്നത്? ഞാൻ അവിടെയുള്ള മുസ്ലിമീങ്ങൾ കൂടിയിരുന്നു, നമ്മളെ മലയാളികൾ എല്ലാവരും കൂടി അവിടെ ഒരു KMCCന്റെ ഒരു ഇതുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. ഓരോരു ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരു ഞങ്ങളവിടെ വന്നപ്പോൾ അവിടെ കൂട്ടി ഇവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം, സ്ത്രീകളൊരു മാറൊക്കെ മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂട്ടി, പുരുഷന്മാരും കൂടി, മലയാളികൾ കേരളത്തിന്റെ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള പല ഐറ്റംസ് ആൾക്കാരുണ്ട്, എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് കെലിമി നിസ്കാരം ദീനൊക്കെ ഉണ്ട്, നിങ്ങളെ വാപ്പന്റെ നിന്നും മലപ്പുറത്തുനിന്നും കിട്ടിയത്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടിയത്, നിങ്ങളുടെ അടുത്ത തലമുറ അള്ളാഹുവിനെ അറിയാത്ത അവസ്ഥയിൽ മരിച്ചുപോകും. ഞാൻ വെറുതെ പറഞ്ഞതല്ലത്. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ട്രൗസർ ഇട്ടിട്ട് 2 ചെക്കന്മാർ വന്നു. ട്രൗസർ എന്ന് പറഞ്ഞാൽ അടുത്ത മാന്യമായ വസ്ത്രമാണ്, തെറ്റിദ്ധരിക്കരുത്, മാന്യമായ വസ്ത്രമാണ് ട്രൗസറെങ്കിലും ഇട്ടാൽ മതിയെന്ന് വിചാരിക്കും നമ്മൾ, ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ കണ്ടാൽ. അപ്പൊ 2 ട്രൗസർ ഇട്ട് 2 പയ്യന്മാരെ നമ്മൾ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 ആളിങ്ങനെ തൊപ്പി താടി വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ കരുതാം. അപ്പൊ എനിക്ക് ഉറപ്പിന് മനസ്സിലായി, ഇവന് ഓസ്ട്രേലിയൻ അല്ല, ഓസി ആണ്. അങ്ങനെ വെറുതെ അവനോട് സംസാരിച്ചു. അപ്പൊ ലബ്നാനല്ല, അവന്റെ വാപ്പപ്പാര് അബാജിദാദ് ലബ്നാനീസാണ്. സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ ആ പയ്യന്മാർക്കൊന്നും പള്ളിയോ കിബിലെ അള്ളാഹു ഒന്നുമില്ല. കാരണം അവിടെ ഇങ്ങനെ അവിടുത്തെ അവസ്ഥയിൽ ജീവിച്ചു പോവാണ്. ഇവിടുന്ന് വന്ന വാപ്പാരുടെ സ്ട്രോങ് ആ ഒരു മക്കളിലുണ്ടാവും. അത് കഴിഞ്ഞാൽ അപ്പുറത്തെ മക്കളിലെത്തുമ്പോൾ ഒരു ഇഷ്ടത്തിന് പോവാണ്. ഞാൻ എന്റെ ഒരു കൂട്ടുകാരന്റെ മോനോട് ചോദിച്ചു, അവനെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടുണ്ട് പാർക്കിലൂടെ. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ പിടിച്ചിട്ട് ചോദിച്ചു, നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിച്ചു. ഞാനില്ല, ചെറിയൊരു കുട്ടിയുണ്ട്, ഒരു 4 വയസ്സോ 5 വയസ്സോ ഒരു പെൺകുട്ടി, എന്റെ ചങ്ങായിന്റെ മോളാണ്. ഞാൻ മോളെ നമുക്ക് നാട്ടിൽ കൊണ്ടെന്ന് വെച്ചു. ഞാനില്ല. ഈ കുട്ടികൾക്കൊന്നും ഇങ്ങോട്ട് പോരണ്ട, കാരണം അവിടെ സ്വാതന്ത്ര്യമാണ്. കുട്ടികളെ ചീത്ത പറഞ്ഞാൽ അപ്പം രക്ഷിതാവിന് കരിനിയയില്ലാവും. രക്ഷിതാവിന്റെ ഫോൺ, അതേപോലെ രക്ഷിതാവിനെ വിളിപ്പിക്കും. ഒരു മോന് വെറുതെ പോയിട്ട് പറഞ്ഞതാണ് സ്കൂളിൽ, ഇപ്പൊ TV വെച്ച് തരുന്നില്ല. ഓൻ കുറച്ച് ദീനുള്ള ആളാണ്.
വീട്ടിൽ ടി വി വെച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഓ എന്തോ വർത്താനം പറയുമ്പോൾ ടീച്ചറോട് പറഞ്ഞു വീട്ടിൽ ടി വി ഒന്നും ഇല്ല, പിന്നെ അങ്ങനെ ടൈം പാസ് ചെയ്യാന്ന് എന്തോ പറഞ്ഞു. ഓ അത് കംപ്ലൈന്റ് ആയി. അത് ചൈൽഡിന്റെ ആൾക്കാരെത്തി, അവര് വിളിച്ചു, എന്താ നിങ്ങൾ കുട്ടിയൊക്കെ എന്റർടൈൻമെന്റ് കൊടുക്കാത്ത, ടി വി കൊടുക്കാത്ത എന്താണ് അങ്ങനൊക്കെ പറഞ്ഞ് ആകെ അവൻ അറാസ് ചെയ്ത് ചോദ്യം ചോദിച്ചു കൊടുക്കുമ്പോൾ അവന്റെ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു കുട്ടിയുണ്ട്, 4 വയസ്സായുള്ള കുട്ടി ആ സ്കൂളിൽ. ആ കുട്ടി ഇങ്ങനെ ഉപ്പനെ കണ്ടപ്പോ ഓടിയെടു വന്നിട്ട് കഴുത്തിന് പിടിച്ചൊരു മുത്തട് കൊടുത്തു. ഓൻ എന്നോട് പറയാണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ്, ഇവിടേക്കാണ് നമ്മളെ മക്കളൊക്കെ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് പറഞ്ഞാൽ സ്വസ്ഥമായ ജീവിതമില്ല, നമ്മളെന്തോ സംഭവം വിചാരിക്കണവര്. ഏജ് കെയറിലാണ് ഇവിടുന്ന് പോണ അധികം ആൾക്കാർ. ഇവിടെ വാപ്പക്ക് കൈ പിടിച്ചു കൊടുക്കാത്തവനൊക്കെ ഏതോ കണ്ട സായിപ്പിനൊക്കെ അവന്റെ എല്ലാ പരിപാടികളും കുളിപ്പിച്ച് കഴുകി കൊടുത്തിട്ട് കായ് വാങ്ങാൻ അവിടെ പണിയെടുക്കണ്ട്, അവിടെ അവറിന് കൂലിയാണ്. ഇവിടുത്തെ വലിയ വലിയ തറവാട്ടുകാരെ മക്കളൊക്കെ അവിടെ ഏതോ സായിപ്പിന്റെ പെരയിൽ ജോബ് ചെയ്യാണ്. സ്റ്റഡി വിത്ത് ജോബ് നിങ്ങൾ ഇവിടെ ബോർഡ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ജോബ് എന്ന് കാണുമ്പോൾ ആലോചിക്കേണ്ടത് മിക്കവാറും ഇതായിരിക്കും. ഞാൻ ആ ചൈൽഡ് കെയറിനെ പറ്റി ഒന്നുകൂടി വെറുതെ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് അതിലെന്താ ഉള്ളത് പറഞ്ഞാൽ ഭർത്താവില്ലാതെ കുട്ടികളുണ്ടാവും. അപ്പൊ ഈ സ്ത്രീക്ക് ജോലിക്ക് പോകണം, ഭർത്താവും ആരും നോക്കാനില്ല, അതിനവിടെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനത്തെ ലോകം, അഴിഞ്ഞാട്ടത്തിന്റെ ലോകം. അവിടേക്കാണ് നമ്മളെ മക്കൾ ഇന്ന് ചേക്കറിനത്. കേരളത്തിലൊന്നും ആർക്കും നിൽക്കാൻ പൂതിയൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ വാപ്പാരോട് വരില്ല, നിങ്ങൾ ഏക്കറൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പത്തെ പയ്യന്മാർക്കൊന്നും ഏക്കറുകളൊന്നും ഒരുത്തനും വേണ്ട, ഒക്കെ വിടുകയാണ്. ചെലോ എന്തെങ്കിലും പരിപാടിയായിട്ട് പോവാ, അവിടെ പോയി സെറ്റിൽഡാകുക. അവിടൊക്കെ ഒരു PRO കിട്ടുക, ഓസ്ട്രേലിയയിൽ PRO കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്തോ സ്വർഗത്തിന്റെ പാസുമായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. എന്നോട് എന്റെ വിസനെ പറ്റി ഞാനപ്പോഴൊന്നും നോക്കിയിട്ടൊന്നുമില്ല. എന്റെ വിസ, നിങ്ങളെ വിസ എന്താണ്, വിസ അടിച്ചാൽ എന്താണെന്നൊക്കെ എല്ലാവരും ചോദിക്കുക. നിങ്ങളെ വിസ എന്താണ്. ഞാനാദ്യം വിചാരിച്ചില്ല 6 മാസത്തേക്ക് അടിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പിന്നെ വെറുതെ അങ്ങനെ വിസ നോക്കുമ്പോൾ 3 കൊല്ലത്തേക്കുണ്ട്. 3 കൊല്ലത്തേക്ക്. അപ്പൊ ഞാൻ പിന്നെ ഒരാളോട് പറഞ്ഞു 3 കൊല്ലത്തേക്ക് വിസ നിൽക്കാൻ ഒന്നിങ്ങനെ അങ്ങനെ പോവാ, ഒരു 3 മാസം അവിടെ നിൽക്കാം, 90 ഡേയ്സ് അവിടെ നിൽക്കാം, അത് കഴിഞ്ഞാൽ പിന്നെയും വന്ന് പോവാം, മൾട്ടിപ്പിൾ എൻട്രി. അപ്പൊ എന്നോട് ഇവർ പറയാണ് എന്നിട്ട് നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് പോവാണോന്ന്. അവർക്ക് ഭയങ്കര അത്ഭുതം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോരാണ് പറഞ്ഞാൽ ഒരു മലയാളി എത്തിപ്പെട്ടിട്ടേ എവിടെ ഒരു ഓസ്ട്രേലിയ എത്തിപ്പെട്ടിട്ട് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോരാന്ന് പറഞ്ഞാൽ എന്തോ പാതകം ചെയ്ത മാതിരി. എന്നിട്ട് നമുക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞുതരാം അവിടെ നിൽക്കാനല്ലേ. ഞാൻ പറഞ്ഞു ചങ്ങായിമാരെ മുഴുവൻ തന്നാൽ എനിക്ക് വേണ്ട. നീ അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു, 2-3 ആൾക്കാരെ നമ്മളെ ഫ്രണ്ട് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്തെടുത്ത് തിരിച്ചുപിടിക്കരുത്, നിങ്ങളെ ജീവിതം നിങ്ങളെ തലമുറനെ നരകത്തിൽ വിടാനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. നമ്മളിന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ കാണാനും കൊതിക്കാനും ആഗ്രഹിക്കുമ്പം ഇതാണ് ഇതിന്റെ അവസ്ഥ. ഉമ്മനെ വാപ്പനെ നോക്കാൻ ആളില്ല. ഇവിടെ മക്കളില്ല. വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്താ ഉള്ളത് നിങ്ങൾ ആലോചിക്കും. മക്കളൊക്കെ ഉള്ളത് ഓസ്ട്രേലിയ, പിന്നെ കാനഡയിൽ നിന്ന്. ഇവിടെ ഒതുക്കുന്നില്ല. അവന്റെ ഒരു കൂട്ടുകാരനുണ്ട് കാനഡയിലുണ്ടല്ലോ. ഞാൻ വേറൊരു കൂട്ടുകാരനായിട്ട് കാറിൽ ഇങ്ങനെ പോകുമ്പോ ഒരു കോളൊന്ന്, അപ്പൊ അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ നേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനാണത്. ഞാൻ ചോദിച്ചു അവനാണോന്ന് ചോദിച്ചു. കാനഡയിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ അവിടുത്തെ സമയമൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ അവനാണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ ഈ അവനാണോന്ന് ഞാൻ ചോദിക്കണത് കേട്ടപ്പോ അത് ആരാണെന്ന് അവൻ ചോദിച്ചു. അപ്പൊ ഉസ്താദാണ് പറഞ്ഞു. അപ്പൊ എനിക്ക് തന്നു. അപ്പൊ എനിക്ക് കുറെ കാലമായിട്ടും വിളിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ദിവസം നാട് പറഞ്ഞു തന്നെയാണ്, ഇവിടെ റാഹത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഇന്ന് രാവിലെ എണീച്ചു നോക്കുമ്പോ കോട്ടക്കലിലൂടെ നടക്കണമായിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു. അപ്പൊ എന്തോ കാനഡയ്ക്ക് എന്തോ ഒരു വിസക്ക്, സ്റ്റഡി വിസക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് എല്ലാ പയ്യന്മാരും ആ പ്രശ്നം വരുന്നതിന് മുമ്പായിട്ട് കയറിയതാണ്. അപ്പം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ മലയാളം പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോണമായിരുന്നു. എന്താ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ കുട്ടികൾ മുഴുവനും എവിടുക്കാ കയറണേ? ആ രാജ്യത്തേക്കൊക്കെ കയറിപ്പോവാണ്. തിരിച്ചു വരാൻ ആർക്കും പൂതില്ല. ഒരു കുട്ടി, അവന്റെ വാപ്പനക്ക് അറിയുന്നതാണ്. ഞാൻ വേറെ രാജ്യത്തെ നമ്മളെ GCC-യിലുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വീട്ടിൽ പോയിരുന്നു. അപ്പം എങ്ങനെ കുറെ കാര്യങ്ങൾ അന്ന് ഇവനോട് പഠിക്കണം. ഒറ്റ മോനെ ഞാൻ പറഞ്ഞു, ഇവനങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചോളൂ. നിങ്ങൾക്ക് ദുനിയാവിലെ ആഖിറത്തിൽ ഉപകാരപ്പെടും. സമ്പത്തിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. അത്യാവശ്യം പൈസ ഉണ്ട്.
പക്ഷേ അത് ദുനിയാവല്ലേ, ഭാര്യയും സമ്മതിക്കണം. അയാൾക്ക് ചെറിയൊരു മൂടുണ്ട്. വൈഫും വൈഫിന്റെ കുടുംബക്കാരും, വൈഫ് സമ്മതിച്ചാലും വൈഫിന്റെ കുടുംബക്കാർ സമ്മതിക്കൂല, സ്വന്തം കുടുംബക്കാർ സമ്മതിക്കൂല. എല്ലാവർക്കും ബേജാറാണ്. ഖുർആൻ പഠിച്ചോ എന്തോ നഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ധരിക്കുന്നത്. എല്ലാവരും തെറ്റായ ധാരണയാണത്. അങ്ങനെ ഞാൻ സംസാരിച്ചായി അവനെ കഴിഞ്ഞു. പിന്നെ അവനൊരു കോഴ്സിന് കൊണ്ടുവന്ന് ചേർത്തു. ഒരു സീറ്റ് വാങ്ങി ഏകദേശം 1,10,00,000 രൂപ എടുത്തിട്ട് അവിടെ ഒരു കൊല്ലം 3 മാസം അവനവിടെ പോയി. അതിനിടെ റാഗിങ് വന്നു. അവൻ പേടിച്ചു. ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആ പൈസ പോയി. പിന്നെ അവനെ പിന്നെയും പഠിപ്പിച്ചു. അവൻ പറഞ്ഞത് അവൻ പഠിപ്പിച്ചു. അവൻ പഠിച്ചു കഴിഞ്ഞു. അവൻ പിന്നെ വേറെ രാജ്യത്തിന്റെ പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ അവനെ പൊക്കുന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. ഒരു രാജ്യത്തേക്ക് പോയി. ഒറ്റ മോനേ ഉള്ളൂ. ഉമ്മയും ബാപ്പിയൊക്കെ അവിടെ ഉണ്ട്. അവസാനം ഒരു ദിവസം എങ്ങനെ വരുന്നേ അവന്റെ വാപ്പ, ഞാൻ ആ രാജ്യത്തേക്ക് പോവാണ് എന്നോട്. ഞാൻ പറഞ്ഞു മാഷാ അല്ലാഹ്, മോന്റെ അടുത്തേക്ക് പോവായിരിക്കുമല്ലോ. ആരൊക്കെ ഉള്ള ചോദിച്ചാൽ വൈഫുണ്ട്, ഉമ്മുണ്ട്, ഞങ്ങളൊക്കെ പോവാണ്. എന്ത് ചോദിച്ചു? ഒരു ആരോട് പറയാം, നിങ്ങളോട് മാത്രമേ പറയുള്ളൂ, വേറെ ആരോടും പറയില്ല. എന്ത് ചോദിച്ചു? ഓൻ അവിടുന്ന് ഒരു കുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങോട്ട് വരുന്നില്ല, അവിടെ പോയിട്ട് കഴിപ്പിച്ചു കൊടുക്കാണ്, ഞങ്ങൾ പോവാണ് പറഞ്ഞിട്ട്. ഒറ്റ മോനേ ഉള്ളൂ. മോൻ അവിടെ നിൽക്കുകയാണ്. ആ പെൺകുട്ടിന്റെ കൂട്ടത്തിൽ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഇവൻ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിപ്പം ഒരു കുറഞ്ഞ സമയം കൂടി ഞാൻ ഒരു ഉംറക്ക് പോയി. ആ ഉംറക്ക് പോണതിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച പള്ളിയിലുണ്ട് ഇയാള്. അപ്പൊ ഞാനിങ്ങനെ മിമ്പർമെന്ന് അയാളെ കണ്ടിട്ടുണ്ട്. സംസാരം കഴിഞ്ഞു, അങ്ങനെ കണ്ടു. ഞാൻ അങ്ങനെ കൈ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കലേ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കാണലില്ലേ മോന്റെ വർത്താനം എന്തായി എന്ന് ചോദിക്കാന്. ആ വാപ്പന്റെ മനസ്സിന്റെ വേദന എവിടെങ്കിലും ഒതുങ്ങി നിന്നിണെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കലേ ഇല്ല. എന്തോ എനിക്കറിയില്ല. ഞാന് ഉംറക്ക് പോവല്ലേ, അപ്പൊ അയാളെ ഒരു വിഷമുണ്ടല്ലോ. അപ്പൊ ഞാൻ ദുആ ചെയ്യാന്നുള്ള എന്റെ ഒരു മനസ്സിന്റെ ഉള്ളിൽ വന്നപ്പോ ഞാൻ വെറുതെ ചോദിച്ചു, എന്താ മോന്റെ വർത്താനം എന്ന് ചോദിച്ചു. അപ്പൊ ഒരു മുഖമൊക്കെ ഒരു വെളിച്ചം കണ്ടിരുന്നു. അപ്പൊ ചോദിച്ചതാ, അത് പറയാനാണ് ഞാൻ അത്ര വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്റെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ, വരാന്ന് പറഞ്ഞോ, ഇതാക്കാന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അവനോട് പറഞ്ഞു അവർ തമ്മിൽ ഡൈവേഴ്സ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പാപ്പന്റെ സന്തോഷം അതാണ്. രണ്ടാളും ഡൈവേഴ്സ് ആയിട്ടുണ്ട്, പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിരിയണ്ട. അപ്പം തന്നെ അയാളെ മുഖത്ത് വെളിച്ചം. ഞാൻ പറഞ്ഞവനോട് നേരെ അങ്ങോട്ട് വരാൻ വരും, നമുക്ക് മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് എഴുതെങ്കിലും ഒരു നമ്മളെ നാട്ടിലൊരു കുട്ടിനെ കെട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് അവൻ പോവാണ്, പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോഴും ആലോചിച്ചത്, ആ വാപ്പനോട് ഞാൻ ആ GCC ഞാൻ പറഞ്ഞു, ഇവനങ്ങള് ഇഫ്ദിനും ഖുർആനും പഠിപ്പിച്ചോളി. 1000 വട്ടം ആ വാപ്പ ആലോചിക്കുണ്ടാവും, ചെറുതാ മതിയേനെ. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് ഇതാ, ഈ കുട്ടികൾ ഹിഫ്ദ് മാത്രം പഠിച്ചുകൊണ്ട് ഹാഫിസ് എന്നുള്ളൊരു നല്ല ടൈറ്റിൽ കിട്ടും. അത് ആർക്കും ആവശ്യമില്ലാത്ത സാധനമാണ്. പക്ഷെ ഇവരങ്ങൾ ഖുർആൻ പഠിക്കണവരാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഇതിപ്പോ ഒരു ഓതും കറക്റ്റ്. അവര് ഓതുമ്പോ അവർ ഉള്ളറിയണം. എന്റെ അമ്മനോടും വാപ്പനോടും ഉഫ് എന്ന് പറയരുത്, ഛേ എന്ന് പറയരുത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഫിനെക്കാളും ഒരു ചെറിയ വാക്കുണ്ടായിരുന്നെങ്കിൽ അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞേനെ. അവരങ്ങൾ വിരട്ടരുത്, അവരങ്ങൾ വിരട്ടരുത്, അവരെ വിരട്ടരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ തഫ്സീർ നോക്കുമ്പം കണ്ണ് ഉരുട്ടിട്ട് നോക്കരുത് പറഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഒരു നോട്ടുണ്ടാവൂല നമുക്ക്, അതുപോലും ചെയ്യരുത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായിട്ട് അമ്മനോടും വാപ്പനോടും സംസാരിക്കാൻ പാടുള്ളൂ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിന്റെ കാരുണ്യത്തിന്റെ ചിറകിനെ നിന്റെ ഉമ്മക്കും വാപ്പക്കും നീ താഴ്ത്തി കൊടുക്കണം. വഖുൽ, എന്നിട്ട് നീ പറയും വേണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു ദുആ വരെ മോന് പഠിപ്പിച്ചു കൊടുക്കാൻ, മോൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നിന്റെ വാപ്പക്കും ഉമ്മക്കും ഇത് ദുആ ചെയ്യണം. എത്രയാണ് അല്ലാഹു ശ്രദ്ധിക്കുന്നത്. ഇത് നമ്മളെ മക്കൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്തേക്കും അവസ്ഥ. കുന്നുംപുറത്തുനിന്ന് വേങ്ങരന്ന് ഞാനിങ്ങനെ കുന്നുംപുറം വഴി കൊണ്ടോട്ടിക്ക് വരികയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന്
എന്റെ വണ്ടിക്ക് ഒരാൾ കൈയടിച്ചു, ഒരു ഒറ്റപ്പെട്ട ഒരു വളവ് പോലത്തെ ഒരു സ്ഥലത്ത്. അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോ ഒരു ചെറിയ താടിയുണ്ട്, ഒരു സുന്നതായ പോലുള്ള ഒരാള്, ഒരു ഉസ്താദ് പോലെ തോന്നി എനിക്ക്. ഞാൻ നിർത്തി, ഞാനും അയാൾ ഒറ്റയ്ക്കുള്ളൂ, വണ്ടി നിർത്തി കയറി. എന്നോട് ഞങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ ഞാൻ മലപ്പുറത്ത് നിന്ന് പറഞ്ഞു, ഭയങ്കര ഒരാളെ കാണാൻ്റെ ഉണ്ട്, അതിലൂടെ അങ്ങനെ ഒന്ന് കൊണ്ടോട്ടി പോകണം, എന്റെ വീട് വാഴക്കാടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിങ്ങനെ പോകും. നിങ്ങളെന്താണ് ഈ ആളില്ലാത്ത സ്ഥലം, അവിടെ വീടിയോ ഒന്നുമില്ല, നിങ്ങളെ വീട് വിടല്ല? എന്റെ വീട് വിടല്ല, എന്റെ വീട് കൊണ്ടോട്ടിക്ക് അടുത്തിന് മുമ്പ് ഒരു സ്ഥലം പറഞ്ഞു, തറയട്ടാലിന്റെ അവിടെ നിന്നോട്ട് ഉള്ളിലേക്ക് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഈ വളവിന്റെ അപ്പുറത്തെ സൈഡ് ഒരു മദ്രസ ഉണ്ട്, അവിടെ നിന്ന് കയറി ഞാൻ അങ്ങോട്ട് നിൽക്കുകയാണെന്ന്. ഓ, ഞാൻ ചോദിച്ചു നിങ്ങൾ മദ്രസയിൽ ഉസ്താദ് ആയിക്കൂല്ലേ എന്ന് പറഞ്ഞു. അതേ ഉസ്താദാണ് എന്നൊക്കെ ചോദിച്ചു. എവിടെ പഠിച്ചിരുന്നു, എന്തേ പഠിച്ചിരുന്നൊക്കെ അങ്ങനെ ചോദിച്ചു പറഞ്ഞു. ഞാൻ ഒരു 10-18 കൊല്ലം കണ്ണൂര് ഉണ്ടായിരുന്നത്, അവിടെ മദ്രസയിലുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് നാട്ടിക്ക് വന്നാണ്. കഴിഞ്ഞൊരു കൊല്ലയ്ക്ക് പണിയൊന്നും ഇല്ലായിരുന്നു, ഈ കൊല്ലപ്പോ ഞാൻ ഇവിടെ ഒരു മദ്രസ ഇങ്ങനെ ഏറ്റതാണ്. ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്താണ്, അവിടെ കണ്ണൂർ എന്തേ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, പിന്നെ ഉമ്മ ഉണ്ട്, ഉമ്മനെ വയസ്സായിട്ടുണ്ട്, ഉമ്മനെ നോക്കണം, അപ്പം ഉമ്മനെ നോക്കാൻ ആരുമില്ല. ഞാൻ ചോദിച്ചു നിങ്ങളൊരു മോനേ ഉള്ളൂ? ഞാനൊരു മോനല്ല, എനിക്ക് ജ്യേഷ്ഠുണ്ട്, അയാളെ എന്തോ എഞ്ചിനീയറാണ് ഗവൺമെന്റിൽ, പിന്നെ 5 ഉണ്ട്, മോൻ മാഷാണ്, പിന്നെ ഞാനാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് 5ന്റെ പെരയിലല്ല ഉണ്ടാവേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ 5ന്റെ പേര്, 5 ഇവിടെ ഇല്ലേ, ദൂരത്താണോ മാസ്റ്ററായിട്ടുള്ളത്? ഇല്ലല്ലോ, ഓൻ നാട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മാക്സിമം അയാൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്കറിയാത്ത ഒരു അടവേടം ഉണ്ടെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ കുത്തിവെക്കുമ്പോ പിന്നെ അവസാനം അവിടെ പൊളിഞ്ഞാട് വീണു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്റെ പെര പൊളിച്ചിരുന്നു നന്നാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ കഴിഞ്ഞില്ല, അത് പൂർത്തിയാക്കാൻ പറ്റില്ല, ചെറിയ നെൽക്കോളത്തിലൊക്കെ ശരിയാക്കിന്, കുറച്ച് ഭാഗം ടാർപ്പായ കെട്ടിയതാണ്, ഈ മഴ വരുന്നതിന് മുമ്പാക്കും ശരിയാക്കണം വിചാരിക്കേണ്ടത്, സാമ്പത്തികമായിട്ടും പ്രതിസന്ധിയിലാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ഉമ്മക്കിന്റെ ജ്യേഷ്ഠനും നല്ല പേരുണ്ട്, 5നും നല്ല പേരുണ്ട്, ഉമ്മക്ക് അവിടെ പോയാൽ മതി, പക്ഷെ ഉമ്മ അവിടേക്ക് പോകൂല, ഉമ്മക്ക് ഏത് ചെറിയ പേരാണെങ്കിലും എന്റെ കൂടെ നിന്നാ മതി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സാധനം മനസ്സിലായി. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞമ്മക്കല്ല ഇപ്പൊ ഖുർആനും ഹദീസും അറിയുള്ളൂ എന്ന്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് വല്ലാഹി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരാണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലഹീനനായ മോൻ അയാളാണ്. ഈ മദ്രസ പഠിപ്പിച്ചിട്ട് അയാൾക്ക് പറഞ്ഞ് പള്ളിയിലും നിൽക്കാൻ കഴിയില്ല, ഉമ്മനെ നോക്കണം, ഉമ്മനെ ബാത്റൂം കൊണ്ടുപോകണം, പിടിക്കാൻ ഒരാൾ വേണം, രാവിലത്തെ ആവശ്യമൊക്കെ പൂർത്തിയാക്കിയിട്ട് ആ മദ്രസയ്ക്ക് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് മദ്രസ എടുത്തത്. പിന്നെ ഇനിയിപ്പോ ഞാൻ ചെല്ലുമ്പോഴത്തേനും മതിയല്ലോ, ഭാര്യയുണ്ട്, മാഷാ അല്ലാഹ്, ഓളും ഒരു നല്ല കുടുംബത്തിലുള്ളതിനോട് നല്ല നോക്കുന്നുണ്ട്, നമുക്കിപ്പോ പൈസയും നല്ല ഭക്ഷണമൊന്നുമല്ല ആവശ്യം, നമുക്ക് സ്നേഹവും നല്ല നോട്ടുമാണ് ആവശ്യമുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ഏട്ടന്മാരും മോശക്കാരായിട്ടല്ല കേട്ടോ, ഒരു നല്ല ആൾക്കാർ തന്നെയാണ്, 5നും നല്ല ആൾക്കാർ തന്നെയാണ്, ഒരു മോശമൊന്നായിട്ടല്ല, പക്ഷെ നമ്മളാ നോട്ടത്തിന്റെ സുഖം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളെ നോട്ടത്തിന്റെ സുഗന്ധ ഇതിങ്ങനെ കുത്തും, ഇതിന്റെ സ്വർഗാണ്. നിങ്ങളുടെ സാധനങ്ങളെ വാക്കെന്താണ്? മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമുള്ളത്. വാപ്പനെ പറ്റി പറഞ്ഞു, പിതാവ് നിന്റെ സ്വർഗത്തിന്റെ കവാടാണ്, അതിനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സാസങ്ങൾ പറഞ്ഞില്ല. ഹദീസിന്റെ വാക്കിതാണ്, ഇഷ്ടമുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ പാഴാക്കിക്കോ, നിനക്ക് വേണമെങ്കിൽ മതി. പിതാവിന്റെ സ്വർഗത്തിന്റെ കവാടാണ്, കവാടല്ലാതെ ഒരു ബിൽഡിംഗിലേക്ക് കയറാൻ കഴിയില്ലെങ്കിൽ, അതുകൊണ്ട് വേണമെങ്കിൽ സൂക്ഷിച്ചോ. ഇത് ഈ മക്കളെ ഹൃദയത്തിന് കുത്തും, എന്റെ ഉമ്മ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വേങ്ങരയിലൊരു പരിപാടി, പൂച്ചോലമ്മയുടെ നമ്മളെ ഫാറൂഖ് ഉസ്താദിന്റെ അവിടെ ഒരു പരിപാടി ഉണ്ട്. അവിടെ ഒരു കുട്ടി, ആ കുട്ടി ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരു കുട്ടി ഒരു പാട്ട് പാടി, ഉമ്മനെ പറ്റിയ ഒരു പാട്ട് പാടി. ഞാനാണ് പള്ളിന്റെ മുകളിൽ ഇരിക്കുന്നത്. എത്രയോ കാലായിട്ട്, വർഷങ്ങളായി ഉമ്മ മരിച്ചു. 2018 മരിച്ചത്. അന്ന് ഇങ്ങനെ പോയിന്ന് വന്ന് അതൊക്കെ മുറിയൊക്കെ ഉണങ്ങിയിരുന്നു. ഈ കുട്ടിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി പാടുന്ന? മുമ്പ് ഇവിടെ നദീറുസല്ലേ അദ്ദേഹം പറയുന്നു, അറബി പാട്ടൊക്കെ ഉണ്ടാക്കി ആ പാട്ട് കേട്ടാ പറയും, നിങ്ങൾ അറബി പ്രസംഗം എഴുതി നടുക്ക് 2 വരടിച്ചിട്ട് ഇങ്ങനെ പാടുകയാണ്. അതേപോലെ ഇങ്ങനെ ഒരു പ്രസംഗം എഴുതിയ പോലെയാണ് ആ കുട്ടിന്റെ പാട്ട്. ഞാൻ രാവിലെ ഉറങ്ങിയിരുന്നു, ഉമ്മ വിളിക്കുന്നു വിചാരിച്ച ഉറങ്ങിയിരുന്നു, ഉമ്മ വിളിച്ചില്ല, ആൾക്കാർ കരയുന്നതാണ് കേട്ടത്. ഞാൻ നോക്കുമ്പം എന്റെ ഉമ്മനെ ആൾക്കാർ വെള്ള തുണോണ്ട് പൊതിച്ചിട്ടുണ്ട്, കുറച്ച് സ്ത്രീകളൊക്കെ അടിയുന്നു, ഖുർആൻ ഓതുന്നു. ഇതൊക്കെ ഈ പാട്ടിലുള്ളതാണ്.
ആ ഫുൾ ഡീറ്റെയിൽ ഒരു ഉമ്മ മരിച്ചില്ലേ. ആൾക്കാർ കവർ പെട്ടിയിലാക്കി ഉമ്മനെ കൊണ്ടുപോകുന്നുണ്ട്, വാപ്പന്നെ കൂട്ടിപ്പിടിച്ച് മുത്തം വെക്കുന്നുണ്ട്, കരയുണ്ട് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എന്താണ് പറഞ്ഞാല് കുറെ കൊല്ലായിട്ട് ഞാനിങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ മൂടി വെച്ച ആ സാധനം രണ്ടാമത് പൊന്തി. ഉമ്മ എന്ന് കേൾക്കുമ്പോ എപ്പോഴും നമുക്ക് പേടിയാണ്. കാരണം നമ്മളൊക്കെ ഈ കോലത്തിലെത്താൻ ആ അമ്മിയ വാപ്പിയാണല്ലോ കാരണക്കാരൻ. അമ്മിയ വാപ്പിയാണല്ലോ കാരണക്കാരൻ. എന്നെ മദ്രസയെ കൊണ്ടാക്കണതിന്റെ തലേ ദിവസം എന്റെ വലിയ അമ്മായി ഒന്നും പാനക്കാൾ എത്ര വയസ്സുണ്ട്, ആ അമ്മായിക്ക് എന്റെ ഉപ്പാന്റെ വയസ്സിലെ മോനുണ്ട്. ആ അമ്മായി എന്നിട്ട് പറഞ്ഞു, ഇവനെ കുറച്ചുകൂടി പഠിക്കാൻ കുറെ ഒറ്റ മോനെ ഉള്ളൂ, ഇവനെ കുറച്ചുകൂടി പഠിപ്പിച്ചിട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ എന്നല്ലോ. ഉപ്പ പറഞ്ഞു, ഞാൻ അവനെ നിർബന്ധിച്ചിട്ടൊന്നുമല്ലോ, അവനക്ക് എനിക്ക് പോണോന്ന് ചോദിച്ചു. നിനക്ക് പോണോന്ന് ചോദിച്ചു. എന്നിട്ട് ഉപ്പ പറഞ്ഞു, വാഴക്കാട് പഞ്ചായത്തിൽ ഒരു അത്യാവശ്യം മാർക്ക് വാങ്ങിയ ആളാണ് ഞാൻ SLC. പക്ഷേ എനിക്കതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യമുണ്ടായാലും ഇതായിരിക്കും. അന്ന് പറഞ്ഞത് ഞാൻ പോരുന്നതിന്റെ തലേ ദിവസം മഞ്ചേരി വട്ടക്കോടുക്ക് പോരുന്നതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, നമ്മളെ മക്കൾക്ക് ദീൻ കൊടുത്തില്ലെങ്കിൽ ഒരു നമ്മളെ ഹലാലെ തീറ്റിക്കൊടുക്കും. ചിലപ്പോ 20,000 രൂപയ്ക്ക് വരെ ഒരു ശമ്പളം ഉണ്ടാകാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത് ഹലാലേക്ക്. നമ്മളെ മറ്റേ മോനിക്ക് ചിലപ്പോ 75,000, 80,000, 90,000, 1-10 ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോ തിന്നാല് നിങ്ങൾ നരകത്ത് കിടക്കേണ്ടി വരും. ഇന്ന് ആർക്കും അത് നോട്ടൊന്നുമില്ല. അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികമായി ഒരു നഷ്ടവും അവർക്കുണ്ടാവില്ല, ഒരു നഷ്ടം ഉണ്ടാവില്ല. ദീൻ പഠിച്ചതിന്റെ പേരിൽ നഷ്ടം ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുക ചെയ്യരുത്. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചതിന്റെ പേരിൽ എന്തിനാണ് അവനെ നഷ്ടപ്പെടുത്തുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹു ഇങ്ങനെ കൊണ്ട് നടക്കും. നമ്മളെ കൊണ്ട് അള്ളാഹു വലിയ വലിയ പണികൾ എടുപ്പിക്കും. അതുകൊണ്ട് ഉറച്ചായിരിക്കണം ചെയ്യേണ്ടത്. സംശയിച്ച് ചെയ്താൽ നടക്കൂല. ഒരു ചെടി അത് കുഴിച്ചിടുമ്പോ ഇവിടെ തൽക്കാലം കുഴിച്ചിടാ, കുറച്ച് കഴിഞ്ഞിട്ട് പിരിച്ചു കുഴിച്ചിടാന്ന് വിചാരിച്ചാൽ പിന്നെ അത് വളർന്നിട്ട് കാര്യമില്ല. അതവിടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പിന്നെ കുഴിച്ചിടാം. നമ്മളൊരു ചെടിയാണിത്, ഇത് വളരട്ടെ, പന്തലിക്കട്ടെ, കായ്ക്കനികൾ ഉണ്ടാവട്ടെ, നമുക്കും തിന്നാം, സമൂഹത്തിന് തിന്നാം. ലോകത്തിന് ഉപകാരമുള്ള മനുഷ്യരാണ് ഈ കൊടുക്കുന്നത്. ലോകത്തിന് ഉപകാരമുള്ള മനുഷ്യർ എത്രയോമാര്, എത്രയോ ആപ്പാര് നമ്മളൊക്കെ കൈപിടിച്ചിട്ട് പറയും, എന്റെ മോൻ രക്ഷപ്പെട്ടത് മാഷാല്ലാ നിങ്ങളെ കൂടെ കൂടിയിട്ടാണ്. ആ അമ്മന്റെ കണ്ണീര് ഒപ്പി മകൻ, വാപ്പന്റെ കണ്ണീരൊപ്പി. എന്റെ അമ്മക്കും വാപ്പക്കും മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഉസ്താമാരുടെ അമ്മക്കും വാപ്പക്കും മാത്രമല്ല, നമ്മൾ ഈ ഉമ്മത്തിന് കൊടുക്കുകയാണ്. നാളെ മഹ്ശറയിൽ നബിമാരെ പോലെ ആൾക്കാരെ കൂട്ടിയിട്ട് ഇവർ വരണം. അതുകൊണ്ട് ഒന്നും ആലോചിക്കണ്ട. ഇനി നിങ്ങൾ ദീനിന്റെ വഴിയല്ലാത്ത വേറെ വഴി തെരഞ്ഞെടുത്താൽ നിങ്ങൾ നിങ്ങളുടെ നാശത്തിന്റെ കുഴി തോണ്ടി എന്നല്ലാതെ എനിക്ക് വേറൊന്നും നിങ്ങളോട് പറയാനില്ല. ഇനി വരാൻ പോണ കാലും അതാണ്. ഏത് മക്കളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാ? ഓരോ ദിവസവും വേണ്ടാത്തരങ്ങൾ നാട്ടിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ. ഉമ്മനി വാപ്പനി വില വെക്കാത്ത നാടായി. ചില വാപ്പാരൊക്കെ നമ്മളോട് വന്ന് പറയണം, നിങ്ങളൊന്നും ഓന് കാണുമൊന്ന് പറയണട്ടോ. എന്നിട്ട് പോകുമ്പോ പിന്നെ തിരിച്ചു വന്നിട്ട് പറയണേ, ഞാൻ പറഞ്ഞാന്ന് പറയണ്ടട്ടോ. ഇതൊന്നും നിങ്ങൾ കേൾക്കില്ല. ഞാൻ പറഞ്ഞാന്ന് പറയണ്ടട്ടോ. എന്തുകൊണ്ടാണ് ആ വാപ്പ രണ്ടാമത് വന്ന് ഞാൻ പറഞ്ഞാന്ന് പറയണ്ടെന്ന് പറയാൻ കാരണം എന്താ? വാപ്പനെ കണ്ടിരുന്നു, വാപ്പ ഇങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞാൽ പിന്നെ ആ വാപ്പക്ക് വീട്ടിൽ എന്തുണ്ടാവില്ല? ഇതിനാണോ നിങ്ങളെ മക്കളെ നിങ്ങൾ ഭൗതികമായി അള്ളാഹി ആഖിറത്തും ഇല്ലാതെ പഠിപ്പിക്കണത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കുക, നിങ്ങൾ എന്നെ അനുഭവിക്കുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയാ? അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തത്തിന് ഉമ്മാരോട് ഞാൻ പറഞ്ഞത്, വാപ്പാരോടെയാണ് ഞാൻ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വയസ്സാവുമ്പോൾ നിങ്ങളെ കൈ പിടിക്കാൻ, ഒരു സ്നേഹത്തോടെ ചേർത്ത് വെക്കാൻ ഈ മക്കളുണ്ടാവും. ഞങ്ങൾക്ക് എന്ത് പോയാലും കുഴപ്പമില്ല, എന്ത് പോയാലും കുഴപ്പമില്ല. ദീനുണ്ടെങ്കിൽ അതിൽ നിന്നൊരും. 4 മക്കളുണ്ട് സൗദി അറേബ്യയിൽ. ഒരാളെ എന്നിട്ട് അതിൽ 2 ആൾക്കാരെന്നെ വിളിച്ചു, മഷൂർ ചെയ്തു. വാപ്പനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പോരില്ല. കാരണം അവിടുത്തെ ഈ കട്ടൻ ചായ, ഈ പീടിയൊന്നും അവിടെ ഉണ്ടാവില്ല. എവിടെ ലൂറിസ്കാരം കഴിഞ്ഞ് സുബീസ്കാരം കഴിഞ്ഞ ഒരു ചായപ്പീടിയെ കയറി ചായ കുടിച്ചിട്ട് ഒരു വാപ്പയാണ്. അയാൾക്ക് വേറെ നിങ്ങളെ റിയാലും ഡോളറൊന്നും വേണ്ട. അതുകൊണ്ട് ഉമ്മ മരിച്ചു, വാപ്പന അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിയിട്ട് ആകെ ഒരു 2 മാസം നടന്നിട്ട് അയാൾ ജയിലിലിട്ട് മരിക്കും. അയാൾ നാട്ടിൽ കൊണ്ടു. വാപ്പനെ നോക്കാൻ ആളില്ല.
അവസാനം ആ 2 മക്കള് എന്നെ വിളിച്ചു. എന്താ ഞങ്ങൾ കാട്ടുക, വാപ്പ വരണമില്ല, ഞങ്ങളാണ് ഇവിടെ ജോലി, മക്കളൊക്കെ ഇവിടെ ഉണ്ട് അറിയും. ഞാൻ പറഞ്ഞു സ്വർഗത്തിക്കട് പോണം, ഇങ്ങോട്ട് പോരുകയാണ്. അതിൽ മൂത്ത മോൻ പറഞ്ഞു ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ പോരാണ്. അയാള് 4 വർഷങ്ങളായി കടലിൽ മക്കളും കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വാപ്പനെ നോക്കുക. ഇത് ഉള്ളിൽ ദീനുണ്ടായിട്ടാണ്, ഇല്ലെങ്കിൽ ഇത് നടക്കൂല. ഇല്ലെങ്കിൽ ഒരു സെർവന്റിന് പൈസ അയച്ചു കൊടുത്തിട്ട് ആരെങ്ങനെ നോക്കണ്ടോ? അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ദിവസം ദുനിയാവിലും നാളെ ആഖിറത്തിൽ ഈ മക്കൾ പറയും എന്റെ വാപ്പയാണ് എന്നെ ഈ വഴിയിലെത്തിക്കാൻ കാരണാക്കിയത്, എന്റെ ഉമ്മയാണ് എന്നെ മദ്രസയിൽ എത്തിച്ചത്, ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നെ സഹായിച്ചതും എന്നെ വളർത്തിയതും എനിക്ക് സപ്പോർട്ട് എന്റെ ഉമ്മി വാപ്പിയായിരുന്നു, അല്ല എന്റെ വല്യാപ്പയായിരുന്നു. അതുകൊണ്ട് പടച്ചോനെ ഓരോ നരകത്തിട്ട് കിട്ടില്ല, വേറെ പരിപാടിയില്ല, ഞങ്ങൾക്കും പോണ്ട എന്നാ സ്വർഗത്തിക്ക്. അല്ലാഹു തആല ഈ മക്കളുടെ ശുപാർശയിൽ നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദുനിയാവുക്ക് നോക്കിയാൽ മതി, ഒരു സമാധാനം ഉണ്ടാവില്ല. മക്കളെപ്പറ്റി എല്ലാവരും ബേജാറിലുള്ളത്. മക്കളെ ഇൽമിന്റെ വഴിയിൽ നിങ്ങൾ നിലനിർത്തി ഒരു ഖുർആൻ പഠിക്കട്ടെ, ഒരു അള്ളാനെ പഠിക്കട്ടെ. അവർ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീനാളങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരെ കൈ പിടിച്ചിട്ട് ഒരു സ്വർഗത്തിൽ കൊണ്ടുവരട്ടെ. എത്രയോ ഉമ്മാരും വാപ്പാരും രക്ഷപ്പെടട്ടെ നമ്മളെ മക്കളെ കൊണ്ട്. അതിന് നമ്മളെ മക്കളെ അള്ളാഹ് കൊടുക്കി, നമ്മളെ മക്കളെ അള്ളാഹ് കൊടുക്കി. കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊരു ജീവനില്ലല്ലോ, കൊടുക്കൂലേ? മക്കളെ നിങ്ങൾ റെഡിയല്ലേ? മാഷാ അല്ലാഹ്, അള്ളാഹ് ഖബൂലാക്കുമാറാവട്ടെ. മക്കളെ ദുനിയാവിന്റെ അവസ്ഥകളിൽ പല ആൾക്കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ഓ അങ്ങനെയാണ്, ഓ അങ്ങനെയാണ്, ഓ കച്ചവടാണ്, ഓ ചപ്പാട് ചവറാണ്. അതൊക്കെ അതിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ കഷ്ടപ്പാടൊക്കെ അറിയാം. നിങ്ങളത്ര സുഖമുള്ള വേറൊരാളും ഉണ്ടാവില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തിയാണ്, എന്റെ സമയമായി. എപ്പോഴും നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ ഒരു ഹദീസുണ്ട്, നാല് കാര്യങ്ങളെപ്പറ്റി ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ വെച്ച കാൽ അപ്പുറത്തേക്ക് നീക്കാൻ പറ്റൂല നാളെ മഹ്ശറയിൽ എന്ന് റസൂലുള്ളാഹി ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പറഞ്ഞത് ആയുസ് എങ്ങനെ ചെലവാക്കി. ഒരു ആയുസ് 50 കൊല്ലം 60 കൊല്ലം കിട്ടി, അതെങ്ങനെ ചെലവാക്കി. അടുത്ത ചോദ്യം എന്താ നിങ്ങൾക്ക്? വാൻ ശബാബിഹി ഫീമാ അബ്ല, യുവത്വം എങ്ങനെ ചെലവാക്കി. ആയുസിലുള്ള സാധനമാണ് യുവത്വം. അതിനെപ്പറ്റി സ്പെഷ്യൽ ചോദിക്കുകയാണ്. കാരണം യുവത്വത്തിൽ ചെയ്യുന്ന അമലിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. വയസ്സായി വീടിലും പോകേണ്ട ആവശ്യമില്ല, പേരക്കാർക്കും ആവശ്യമില്ല. പിന്നെ എങ്ങനെ നോക്കും? ബാങ്കൊടുത്തോ ബാങ്കൊടുത്തോ എന്ന് ചോദിക്കും. കാരണം എന്താ പറയും? ആകെ ഇപ്പൊ പള്ളിക്ക് പോകാനുള്ളൂ, ഒന്ന് പുറത്തിറങ്ങാനുള്ള വകുപ്പ് ഇപ്പൊ എന്താണ്? ബാങ്കൊടുക്കലാണ്. അപ്പം പോയി ചെയ്യുന്ന സുജൂദ്, ബുഢാപ്പയ്ക്ക് ജവാനി കാ ഏക് സജദ ബുഢാപ്പയ്ക്ക് 70 സജദ സെ ബെഹ്തർ. യുവാവായിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സുജൂദ് അതല്ലാത്തപ്പം ചെയ്യുന്ന 70 സുജൂദിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. വയസ്സായിട്ട് ചെയ്യുന്ന 70 സുജൂദിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം യുവത്വത്തിൽ ചെയ്യുന്ന സുജൂദാണ്. ഈ ഹദീസ് എപ്പോഴും നമ്മളിങ്ങനെ പറയും കേൾക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പം എനിക്കാകെ സമാധാനം ഉണ്ടാവൽ എന്താണ് എന്നാൽ, ഒരു ആയുസിന്റെ ഈ യുവത്വത്തിന്റെ നല്ലൊരു ശതമാനം ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിലുണ്ട്. ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിലുള്ള 15, 16, 17, 18 അപ്പോഴാണല്ലോ എല്ലാ തെണ്ണിപ്പും കച്ചറയും കുലുമാലും ഒക്കെ ഉള്ളത്. അപ്പൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ്. നാളെ അള്ളാഹിനോടും പറയല്ലോ, നിസ്കാരം അള്ളാഹ് അയച്ചില്ല, സുന്നത്ത് മുമ്പുള്ള കിട്ടിയിട്ടുണ്ട്, കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഈ മക്കൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ പ്രായത്തിൽ. ഇവർ ഈ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഈ ഉസ്താദുമാരെ അണ്ടറിൽ ആ പള്ളിയിൽ ഇങ്ങനെ നിൽക്കണമുണ്ട്. മാഷാ അല്ലാഹ്, ഇവരെത്ര തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഒരു 5, 6, 7 കൊല്ലം ഇവർ പഠിക്കുമ്പോഴേക്കും ഇവർ വീണ്ടും തിന്മകളിൽ നിന്ന് രക്ഷപ്പെടും. തിന്മന്റെ മാഹോൽ ഈ മക്കൾ രക്ഷപ്പെട്ടാൽ ഇത് മതിയാവൂല ഈ മക്കളുടെ ആഖിറത്തിന്. വേറെന്താ ഉണ്ടാകുക? അതുകൊണ്ട് നിങ്ങളോട് കാര്യമായിട്ട് പറയാണ്, മക്കളെ നല്ല ഇൽമിന്റെ വഴിയിൽ, ഖുർആനും ഹദീസും പഠിക്കുന്ന വഴിയിൽ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി ചേർക്കി. അതിന് എന്ത് സംഭവമാണെങ്കിലും അത് നിങ്ങൾ ചെയ്തു കൊടുത്തേക്ക്. ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്പത്ത് ഖുർആനും ഹദീസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളെ മക്കൾക്കും കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും, നമ്മളെ മക്കളൊക്കെ പടച്ച നല്ല ഹാഫിളും നല്ല ആലിമും നല്ല ദാഇയും നല്ല മുത്തഖീങ്ങളാക്കി തെരുമാറാവട്ടെ. ഖൈറിന്റെ എല്ലാ വഴികളും പടച്ച നമുക്ക് എല്ലാവർക്കും തുറന്നു തെരുമാറാവട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.